നമസ്കാരം. 2023 മാർച്ച് മാസം 4-ാം തീയതി വേളാങ്കണ്ണിയിലെ പ്രധാന ബസിലിക്ക പള്ളിയിൽ അതിരാവിലെ കുർബാനയിൽ പങ്കെടുക്കുന്നവർ ഒരു അത്ഭുത കാഴ്ച കാണുന്നു. പള്ളിയുടെ പരിശുദ്ധ അൾത്താരയിലെ വേളാങ്കണ്ണി മാതാവിന്റെ തിരുസ്വരൂപത്തിന് മുകളിലായി പെട്ടെന്നൊരു പ്രകാശവലയം കടന്നുവന്ന് മാതാവിന്റെ കിരീടം പ്രകാശവലയത്തിൽ നിറയുന്നു. വളരെ പെട്ടെന്ന് തന്നെ ആ പ്രകാശവലയത്തിനുള്ളിൽ ഉണ്ണിയേശുവിന്റെ രൂപം തെളിഞ്ഞു വരുന്നു. ഏകദേശം 3 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഈ അത്ഭുത കാഴ്ചയുടെ ദൃശ്യങ്ങൾ തമിഴ്നാട്ടിലെ പല ചാനലുകളിൽ സംപ്രേഷണം ചെയ്യുകയും അങ്ങനെ ലോകമാകമാനമുള്ള വിശ്വാസികളിലേക്ക് പരിശുദ്ധ മാതാവിന്റെ അത്ഭുത പ്രവൃത്തിയുടെ നേർസാക്ഷ്യം എത്തുകയും ചെയ്യുന്നു. നിരവധി അത്ഭുതങ്ങൾ നിറഞ്ഞ വേളാങ്കണ്ണിയിലേക്ക് സ്വാഗതം. വെൽക്കം ടു ഹദക് വിഷൻ. തിരുനല്ലാറിൽ നിന്നും എന്റെ യാത്ര ഇന്ത്യയുടെ തെക്ക് കിഴക്കൻ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്നതും ബംഗാൾ ഉൾക്കടലിന്റെ മണൽ തീരത്തുള്ളതുമായ വേളാങ്കണ്ണിയിലേക്ക് ആയിരുന്നു. വേളാങ്കണ്ണി എന്ന ഗ്രാമത്തിൽ 16-ാം നൂറ്റാണ്ടിൽ നടന്ന 3 വ്യത്യസ്ത സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് വേളാങ്കണ്ണി മാതാവിന്റെ സങ്കേതം എന്ന് അറിയപ്പെടുന്നതും പരിശുദ്ധ കന്യകാമറിയത്തിന് സമർപ്പിച്ചിരിക്കുന്നതുമായ അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത് ബസിലിക്ക എന്ന ദേവാലയത്തിന്റെ കഥ ആരംഭിക്കുന്നത്. ഒരു ഇടയബാലൻ താൻ പതിവായി പാൽ കൊടുക്കാറുള്ള വീട്ടിലേക്ക് പാലുമായി പോകുമ്പോൾ ക്ഷീണം അനുഭവപ്പെടുകയും അവിടെ കാണുന്ന ഒരു കുളത്തിനടുത്തുള്ള ആൽമരത്തിന്റെ ചുവട്ടിൽ പാൽക്കുടം വെച്ച് വിശ്രമിക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് ഒരു സുന്ദരിയായ സ്ത്രീ ഒരു കുട്ടിയെയും എടുത്തുകൊണ്ട് അവന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയും തന്റെ മകന് കുടിക്കാനായി അല്പം പാൽ തരാമോ എന്ന് അവനോട് ചോദിക്കുകയും ചെയ്യുന്നു. പാൽ കുറഞ്ഞാൽ പാൽ കൊടുക്കേണ്ട വീട്ടുകാർ ശകാരിക്കുമെന്ന ഭയമുണ്ടായിരുന്നെങ്കിലും ആ ബാലൻ മാതാവിനും കുഞ്ഞിനും പാൽ നൽകുന്നു. തുടർന്ന് മിച്ചം വന്ന പാലുമായി പാൽ കൊടുക്കുവാനുള്ള വീട്ടിലെത്തുന്ന ബാലൻ താൻ വൈകിയതിനും പാലിന്റെ അളവ് കുറഞ്ഞതിനും ക്ഷമാപണം നടത്തുന്നുവെങ്കിലും അത് വിശ്വസിക്കാത്ത ആ വീട്ടുടമസ്ഥൻ പാൽ മറ്റാർക്കോ മറിച്ചു വിറ്റതാണെന്ന് പറഞ്ഞ് അവനെ ശകാരിക്കുന്നു. ഇത് കേൾക്കുന്ന ബാലൻ താൻ ആർക്കും പാൽ വിറ്റതല്ല എന്ന് പറഞ്ഞ് കരയുമ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ പാൽക്കുടം നിറഞ്ഞ് ഒഴുകുവാൻ ആരംഭിക്കുന്നു. നിർത്താതെ നിറഞ്ഞൊഴുകുന്ന പാൽക്കുടം കണ്ട് ഭയപ്പെടുന്ന ആ വീട്ടുടമ എന്തോ അത്ഭുതം നടന്നതായി മനസ്സിലാക്കി ബാലനെയും കൂട്ടി ആ കുളത്തിനടുത്തെത്തുമ്പോൾ പരിശുദ്ധ കന്യകാമറിയും ഉണ്ണിയേശുവുമായി അവർക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നു. ആ കുട്ടിക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത് പരിശുദ്ധ മാതാവാണെന്ന് അറിയുന്ന അവിടുത്തെ കത്തോലിക്ക സമൂഹത്തിലെ നിവാസികൾ അത്യധികം ആഹ്ലാദഭരിതരായി മാതാവിന്റെ ദർശനം ലഭിച്ച ആ കുളത്തെ പരിശുദ്ധ മാതാവിന്റെ കുളം എന്ന് അർത്ഥം വരുന്ന മാതാകുളം എന്ന് വിളിക്കുന്നു. വേളാങ്കണ്ണി ഒരു കാലത്ത് ഒരു തുറമുഖമായിരുന്നുവെന്നും പാശ്ചാത്യ ലോകത്തിലെ പുരാതന വാണിജ്യ കേന്ദ്രങ്ങളായ റോമുമായും ഗ്രീസുമായും വ്യാപാരം നടത്തിയിരുന്ന ചെറിയ വാണിജ്യ കേന്ദ്രമായിരുന്നുവെന്നും പറയുന്നു. കാലക്രമേണ നാഗപട്ടണം വികസിക്കുകയും ക്രമേണ വേളാങ്കണ്ണിയുടെ പ്രാധാന്യം നഷ്ടപ്പെടുകയുമാണ് ഉണ്ടായത്. നാഗപട്ടണത്തിനും വേദാരണ്യത്തിനും ഇടയിൽ ഗതാഗതത്തിനായി ഒരിക്കൽ കുഴിച്ച കനാൽ ഇപ്പോഴും വേളാങ്കണ്ണിയുടെ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നതും കാണാം. പരിശുദ്ധ അമ്മയുടെ സ്മരണയ്ക്കായി പള്ളി പണിയുന്നത് ആദ്യത്തെ അത്ഭുതത്തിലായിരുന്നില്ല, 2ാമത്തെ ദർശനത്തിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു. 2ാമത്തെ ദർശനം നടക്കുന്നത് 2 വർഷങ്ങൾക്ക് ശേഷമാണ്. വേളാങ്കണ്ണിയിൽ ഒരു ദരിദ്ര വിധവയും അവളുടെ മുടന്തനായ മകനും താമസിച്ചിരുന്നു. എല്ലാ ദിവസവും ആ മുടന്തനായ കുട്ടി അതേ ഗ്രാമത്തിന്റെ പ്രാന്തപ്രദേശത്തെ റോഡിലിരുന്ന് ദാഹിക്കുന്ന വഴിയാത്രക്കാർക്ക് മോര് വിൽക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം വളരെ തിളക്കമുള്ള ഒരു വെളിച്ചം അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. വെളിച്ചത്തിനിടയിൽ നിന്ന് കൈകളിൽ ഒരു ദിവ്യ ശിശുവുമായി സുന്ദരിയായ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെടുകയും
തന്റെ കുഞ്ഞിനു വേണ്ടി ആ ബാലനോട് ഒരു കപ്പ് മോര് ചോദിക്കുകയും ചെയ്യുന്നു. സന്തോഷപൂർവ്വം മോര് നൽകുന്ന ആ വികലാംഗനായ ബാലനോട് മാതാവ് എഴുന്നേറ്റ് നടക്കുവാനും നാഗപട്ടണം എന്ന അടുത്തുള്ള പട്ടണത്തിലെ കത്തോലിക്ക വിശ്വാസിയായ ഒരു ധനികനോട് തന്റെ ദർശനത്തെക്കുറിച്ച് അറിയിക്കുവാനും അവളുടെ ദർശനം ലഭിച്ച സ്ഥലത്ത് അവളുടെ പേരിൽ ഒരു ചാപ്പൽ സ്ഥാപിക്കുവാനും നിർദ്ദേശിക്കുന്നു. മാതാവിന്റെ ആവശ്യപ്രകാരം എഴുന്നേൽക്കുന്ന ആ ബാലൻ തന്റെ മുടന്തു മാറിയത് കണ്ട് അത്ഭുതപ്പെടുകയും വളരെ സന്തോഷത്തോടെ അവൻ തന്റെ ദൗത്യം നിർവഹിക്കാനായി നാഗപട്ടണത്തേക്ക് ഓടുകയും ചെയ്യുന്നു. നാഗപട്ടണത്തുള്ള കത്തോലിക്ക വിശ്വാസിയായ ആ ധനികന് തലേദിവസം രാത്രി മാതാവ് ദർശനത്തിലൂടെ തനിക്കായി ഒരു ദേവാലയം പണിയാൻ ആവശ്യപ്പെടുകയുണ്ടായിരുന്നു. ആ ബാലനിൽ നിന്നും വിവരങ്ങൾ അറിയുന്ന ആ മനുഷ്യൻ അവനെയും കൂട്ടി മാതാവ് ദർശനം നൽകിയ സ്ഥലത്തേക്ക് പോകുകയും അവിടെ എത്തുന്ന ഇരുവരുടെയും മുൻപിൽ മാതാവ് പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. വിധവയുടെ വികലാംഗനായ മകന്റെ അത്ഭുതകരമായ രോഗശാന്തിയിൽ ആവേശഭരിതരായ ആ പ്രദേശത്തെ ജനങ്ങളുടെ മനസ്സോടെയുള്ള സഹകരണത്തോടെ നാഗപട്ടണത്തെ ധനികനായ ആ മനുഷ്യൻ വേളാങ്കണ്ണിയിലെ ആ സ്ഥലത്ത് ഒരു ചെറിയ ഓലമേഞ്ഞ ചാപ്പൽ സ്ഥാപിക്കുന്നു. ചാപ്പലിൽ ഒരു ബലിപീഠം സ്ഥാപിക്കുകയും ശിശുവായ യേശുവിനെ കൈകളിൽ താങ്ങിപ്പിടിച്ചിരിക്കുന്ന വേളാങ്കണ്ണി മാതാവിന്റെ മനോഹരമായ ഒരു പ്രതിമ ബലിപീഠത്തിൽ സ്ഥാപിക്കുകയും ആ ചാപ്പൽ അനുഗ്രഹീത മാതാവിന്റെ ആരാധനാ കേന്ദ്രമായി മാറുകയും ചെയ്യുന്നു. അന്നു മുതൽ ആരോഗ്യമാത എന്ന് തമിഴിൽ അർത്ഥം വരുന്ന ഓർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത് എന്ന പേരിൽ ആ ദേവാലയം പ്രസിദ്ധമാകുകയും ചെയ്യുന്നു. ആരോഗ്യമാതാവിനായി സമർപ്പിച്ചിരിക്കുന്ന ഈ പള്ളിയിൽ കന്യകാമറിയത്തെ സാരി ധരിച്ച രൂപത്തിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 8 വരെയുള്ള വാർഷിക ഉത്സവം, വിശുദ്ധവാരം, ക്രിസ്മസ് എന്നിവയാണ് തീർത്ഥാടനത്തിലുള്ള സാധാരണ സമയങ്ങൾ. ഗോതിക് ശൈലിയിലുള്ള വാസ്തുവിദ്യയിലാണ് ബസലിക്ക നിർമ്മിച്ചിരിക്കുന്നത്. 2004 ഡിസംബർ 26 ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്നുണ്ടായ സുനാമിയിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച പ്രദേശങ്ങളിലൊന്നുമാണ് വേളാങ്കണ്ണി. മൂന്നാമത്തെ ശ്രദ്ധേയമായ സംഭവം നടക്കുന്നത് കടലിൽ വെച്ചായിരുന്നു. ചൈനയിലെ മക്കാവോയിൽ നിന്ന് സിലോണിലെ കൊളംബോയിലേക്ക് പോകുകയായിരുന്ന ഒരു പോർച്ചുഗീസ് വ്യാപാര കപ്പൽ ബംഗാൾ ഉൾക്കടലിൽ ഒരു ഭീമാകാരമായ കൊടുങ്കാറ്റിലും തിരമാലയിലും അകപ്പെടുന്നു. നിസ്സഹായരായ നാവികർ പരിശുദ്ധ കന്യകയുടെ സഹായം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അവരെ രക്ഷിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവർക്ക് എവിടെ ഇറങ്ങാൻ കഴിയുമോ അവിടെ അവളുടെ പേരിൽ ഒരു പള്ളി പണിയുമെന്ന് അവർ പ്രതിജ്ഞയെടുക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് കൊടുങ്കാറ്റുള്ള കടൽ ശാന്തമാകുകയും അവരുടെ കപ്പൽ വേളാങ്കണ്ണി തീരത്തിനടുത്ത് എത്തുകയും ചെയ്യുന്നു. രക്ഷപ്രാപിച്ചെത്തുന്ന അവരെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ മാതാവിന്റെ ഓലമേഞ്ഞ ആ ചാപ്പലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയും അവർ മാതാവിന് നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. തുടർന്ന് പോർച്ചുഗീസ് നാവികർ അവരുടെ പ്രതിജ്ഞ നിറവേറ്റുകയും ഓലമേഞ്ഞ ആ ചാപ്പൽ കല്ലുകൊണ്ട് നിർമ്മിച്ച മനോഹരമായ ഒരു ചാപ്പലാക്കി മാറ്റുകയും ചെയ്യുന്നു. 16-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഒരു ഓലമേഞ്ഞ ചാപ്പലായി ആരംഭിച്ച ഈ ദേവാലയം 1771 ഒരു ഇടവക പള്ളിയായി മാറുകയുണ്ടായി. ദിവസങ്ങൾ കഴിയുന്തോറും ദേവാലയം സന്ദർശിക്കുന്ന ഭക്തരായ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുകയും വേളാങ്കണ്ണിയുടെ പ്രശസ്തി ക്രമേണ ലോകം മുഴുവൻ വ്യാപിക്കുകയും ചെയ്യുന്നു. ദേവാലയത്തിൽ നടന്ന അത്ഭുതകരവും എന്നാൽ വിശദീകരിക്കാനാവാത്തതുമായ സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടവരും കേട്ടവരും അവരുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും പറയുകയും അങ്ങനെ വേളാങ്കണ്ണിയിലെ ആരോഗ്യമാതാവിന്റെ പ്രശസ്തിയും മഹത്വവും നാടെങ്ങും കാട്ടുതീ പോലെ പടരുകയും ചെയ്യുന്നു. മതങ്ങളും ഭാഷകളും പരിഗണിക്കാതെ ദശലക്ഷക്കണക്കിന് തീർത്ഥാടകരെത്തുന്ന ബഹുസ്വര മത ഐക്യത്തിന്റെ തെളിവായി അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുന്ന വേളാങ്കണ്ണി തീരവും കടന്ന് കഥകൾ തേടിയുള്ള ഞങ്ങളുടെ യാത്ര ഞങ്ങൾ തുടരുന്നു. നിങ്ങളും ഒപ്പം ഉണ്ടാവണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.